പഴംപൊരിയും ബീഫും ഒക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ, പഴംപൊരി ചിക്കനും കഴിച്ചിട്ടില്ലല്ലോ. ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുക്കിങ്ങിന്റെ ABCD അറിയാത്തവർക്ക് പോലും കണ്ണടച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കന്റെ റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, അത് കണ്ട് തന്നെ മനസ്സിലാക്കിക്കോ. ആദ്യം ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കരിയരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണം. അയ്യോ മൂടല്ലേ, അതിക്കുമ്പോ ഒരു കാര്യം പറയാൻ മറന്നു, നാരങ്ങ നീര് ഒഴിക്കാട്ടോ. അതൊരു ടിപ്പാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പൊ നന്നായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല, ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചു മൂടി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചു മൂടി വെക്കണത്. അപ്പൊ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കഴിയുമ്പോൾ അത് ഇളക്കരുത്, അത് ഇങ്ങനെ മേലെ തന്നെ വെച്ചിട്ട് അടച്ചു മൂടി വെക്കുക. അതാവുമ്പോൾ പെട്ടെന്ന് തക്കാളി വഴന്ന് വരും. നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടാൻ പാടായിരിക്കും. ഇത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാന്ന്. ഇനി ഇത് എളുപ്പമല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇത്രയുള്ള പരിപാടി ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാച്ചിലേഴ്സിനും അതുപോലെ ഹോസ്റ്റലേഴ്സിനും ഒക്കെ സിമ്പിളായിട്ട് ചിക്കൻ കറി വെക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കാം കേട്ടോ. സംഭവം സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റ് അപാരാണ് കേട്ടോ. അപ്പൊ ഒരു വട്ടം ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പൊ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.